വേറൊരു സ്വഭാവം, ബാൽക്കണിയിൽ ഒരുപാട് പ്രാവുകൾ വന്നിരിക്കും. അവരോടൊക്കെ സാറ് സംസാരിക്കും? ഉണ്ട്, ഇപ്പോഴും സംസാരിച്ചിട്ടാണ് വന്നിരിക്കും. ആണോ? എന്താ പറഞ്ഞിട്ട് പോന്നേ? ഇവിടെ ഇരുന്ന് എന്നെ ശല്യം ചെയ്യരുത്, അങ്ങോട്ട് പോയിക്കോണം. അപ്പോൾ എൻ്റെ മകള് വന്ന് പറയും, അച്ഛാ ഇത്രയും കിടന്ന് പാടുപെടണ്ട, അത് ആ മുട്ട ഇടുമ്പെടുത്തം കളഞ്ഞാൽ പോരെ. പറ്റത്തില്ല മോളെ എന്ന് ഞാൻ പറയും. അവിടുന്ന് എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്കും മനസ്സിലാക്കാം, മറ്റുള്ളവർക്കും മനസ്സിലാക്കാം. എനിക്കതിനെ കൊല്ലാൻ പറ്റില്ല, അതിനെ ദ്രോഹിക്കാൻ പറ്റില്ല, പക്ഷേ അതിനോട് ചൂടാകാൻ പറ്റും. എന്നും സംസാരിക്കും. എൻ്റെ തലയിൽ ഇപ്പം 3 വിരിഞ്ഞിട്ട് പറക്ക പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുങ്ങൾക്ക് ആരെയും പേടിയില്ല. അത് ഞാനിങ്ങനെ കമന്ന് കിടക്കുമ്പോൾ എൻ്റെ ഇതിലൂടെയൊക്കെ വരും. ചിലപ്പോൾ വന്ന് ഈ സൈഡിൽ ഇരിക്കും. ഇരുന്നിട്ട് ഞാൻ അനങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ കൊത്തുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ എഴുതിട്ട് പറയും, ശല്യം ഉണ്ടാക്കി ഇപ്പോൾ കൊത്തും തുടങ്ങിയോ? ആ അങ്ങനെയൊക്കെ ചോദിച്ചോളും. പോ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ചില ആക്ഷനൊക്കെ ഉണ്ട്. ആരാണ് ഈ പോന്ന് പറയുന്നത്? ബാ എന്നും വിളിക്കും. ഇത് നിങ്ങളെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. ബാ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അടുത്തേക്ക് വരും. പോ എന്ന് പറയും. അപ്പം നമുക്ക് ഇതുങ്ങളെല്ലാം മെരുക്കിയെടുക്കാൻ പറ്റും. അതെ, പാമ്പിനെ വരെ, മനുഷ്യനെ മാത്രം മെരുക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു സാധാരണ നിലയിൽ കേട്ടിട്ടുണ്ട് സാറിന് രാഗങ്ങളെ കുറിച്ച് ഒരുപാട് ധാരണയുണ്ടെന്ന്. അപ്പം നാടകം സംവിധാനം ചെയ്യുമ്പോഴൊക്കെയും രാഗങ്ങളൊക്കെ ചൊല്ലും ഇതിനൊപ്പം എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് സാർ ഈ മ്യൂസിക്കിനോട് ഇങ്ങനെ ഒരു കമ്പം വന്ന്? പെട്ടെന്ന് മറന്നിട്ട് ചോദിക്കുക, പേരെന്താണ്? അയ്യോ, രേഖ. എങ്ങനെ ഇതെല്ലാം പഠിച്ചു വെച്ചിട്ടാണ് ചോദിക്കുന്നത്? നമ്മൾ തമ്മിൽ ആദ്യം കാണുകയാണ്. ഇതൊക്കെ എങ്ങനെ എവിടെ നിന്ന് കിട്ടി? സർ ഹോംവർക്ക് സർ. വെരി ഗുഡ്. രാഗങ്ങളെക്കുറിച്ച് എനിക്ക് അത്ര ആഴത്തിലൊന്നും വലിയ പരിചയമില്ല. എൻ്റെ ഇത്രയും കാലത്തെ, അതായത് 56-ൽ ആദ്യമായിട്ട് ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ വന്നു എന്ന് പറഞ്ഞല്ലോ. അന്ന് ജയവിജയന്മാരായിരുന്നു അതിന് ട്യൂൺ ചെയ്തത്. അവിടെ മുതലാണ് ഞാൻ സംഗീതമായിട്ട് ബന്ധപ്പെട്ടത്. ഈ ജയവിജയന്മാരും ഞാനുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ഞങ്ങൾ കുടുംബപരമായി ബന്ധമുള്ളവരാണ്. പക്ഷേ ഈ ജയനും വിജയനും ഇപ്പം ഒരാളേ ഉള്ളൂ. ഈ 2 പേരും ഞാനും ഒരേ സമയത്ത് ജനിച്ചവരാണ്. അതായത് 1935 ഡിസംബർ 8-ാം തീയതി രാവിലെ 7:15 ജനിച്ചവരാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പ്രസവം അറിയിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ആൾ പോകുന്നു, അവരുടെ വീട്ടിൽ നിന്ന് പ്രസവം അറിയിക്കാൻ വേണ്ടി ഇങ്ങോട്ടും ആൾ വരുന്നു. കോട്ടയത്തെ നാഗമ്പടം പാലത്തെ വെച്ച് 2 പേരും കണ്ടുമുട്ടുന്നു. അപ്പോൾ അവർ പരിചയക്കാർ. അവർ ചോദിച്ചു, എവിടെ പോവാ? അവിടെ പ്രസവിച്ചു പോകുന്നു. അയ്യോ, അവിടെയും പ്രസവിച്ചു കിട്ടും. അത് എപ്പോഴായിരുന്നു? 7:15. അവിടെ 7:15. അപ്പോൾ ഭരണിയാണല്ലോ നക്ഷത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 2 പേരും കൂടെ ട്യൂൺ ചെയ്യാനിരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഇരട്ട കുഞ്ഞുങ്ങളാണല്ലോ. ഒരാൾ ഒരു ശ്രുതി പിടിച്ചിട്ട് അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ഞാൻ ആദ്യം കേൾക്കുകയാണ് ഇതൊക്കെ. അങ്ങനെ സഞ്ചരിച്ചിട്ട് പല്ലവി ഉണ്ടാക്കും. പഞ്ചരത്തിലുയലാടും പഞ്ചവർണ്ണ പൈങ്കിളി, പണ്ടു നീ പഠിച്ച പാട്ടൊന്നു പാടിടാമോ പഞ്ചര. ഇങ്ങനെ പോയി. അടുത്ത അനുപല്ലവി മറ്റേ ആളാണ് പിടിക്കുന്നപ്പോൾ, അല്ലെങ്കിൽ അടുത്ത BGM അമല തന്നപ്പുറത്ത് പൂവനിയിലിപ്പോഴും. ഞാൻ ചോദിച്ചത് ഏതാ രാഗം? കല്യാണിയാണ്. ഇത് കുറച്ചുകൂടെ മനോഹരമായി ഈ ബഹളങ്ങൾ ഒഴിവാക്കി പാടിയാൽ യമൻ ആകും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചതും പരിചയമായതും. അല്ലാതെ എനിക്ക് ആഴത്തിൽ യാതൊരു അറിവുമില്ല. എനിക്ക് ചില രാഗങ്ങൾ ഇഷ്ടമാണ്. ചില രാഗങ്ങൾക്ക് ചില മൂഡുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രഞ്ജിനി രാഗത്തിൽ നമ്മളൊരു പാട്ട് കേട്ടാൽ അതിനൊരു മരണത്തിൻ്റെ മണമുണ്ട്. കഹി കഹി ദിൽ കഹി ദിൽ പരുവാനേ, അതിലൊരു മരണത്തിൻ്റെ മണമുണ്ട്. അതുപോലെ തന്നെ വേറെ പല രാഗങ്ങളും. രാത്രി 10 മണിക്ക് ശേഷം പാടേണ്ട രാഗമാണ് ദർബാരി, കാനഡ.
എന്ന് പറയും. ചാന്ത് കൊട്ടൂണ്ടേ പകൽ സൂരജ് शाम को ढूंढ सवेरा मैं भी ढूंढूं उस प्रीतम को हो न सका जो मेरा भगवान भला हो तेरा. അത് ഇപ്പോൾ ഈ ബൈപ്പാസ് സർജറി കഴിഞ്ഞുകൊണ്ട് ബെല്ലോസ് ലീഗാണ്, ഏറെ കൂടുതൽ ശേഖരിക്കാൻ പറ്റില്ല. ഇത് എന്നാലും ഇത്രയും ഓർമ്മ വെച്ച് ഇപ്പോഴത് പറയുന്നത് വലിയ കാര്യം സാർ. ഇത് 1953-ലോ 51-ലോ മറ്റോ മുഹമ്മദ് റാഫിക്ക് അവാർഡ് കിട്ടിയ പാട്ടാണ്.